الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ സ്നേഹം നിറഞ്ഞ ഇസ്ലാമിക മാർഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കടം, അതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട്, കടത്തിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നത്. കടത്തിലേക്ക് ചർച്ച പോകുന്നതിന് മുമ്പ്, ഒരാൾ കടത്തിൽ എത്തിപ്പെടുന്നതിന് മുമ്പുള്ള ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ആർക്കാണ് കട ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, വ്യക്തികൾക്ക് കട ഉണ്ടാവും, ഒരു കുടുംബത്തിന് കട ഉണ്ടാവും, ഒരു സ്ഥാപനത്തിന് കട ഉണ്ടാവും, ബിസിനസ്സോ മറ്റ് സംവിധാനങ്ങളോ ഒക്കെ നോക്കിയാൽ അവർക്ക് കടമുണ്ടാവും. ഇത് മൂന്നിനെയും വെച്ച് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ സാമ്പത്തിക ഇടപാട് നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആലോചിക്കാം. നിങ്ങളൊരു കുടുംബനാഥനാണെങ്കിൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാം. നിങ്ങളൊരു ബിസിനസ്സോ മറ്റ് സ്ഥാപനങ്ങളോ നടത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തെക്കുറിച്ചും ആലോചിക്കാം. ഇത് മൂന്നായാലും നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൂന്നും നിങ്ങൾക്ക് ആലോചിക്കാം. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സ്ഥാപനം, ഇത് നിലവിൽ സാമ്പത്തിക സ്ഥിതിയിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? ബിസിനസ്സാണെങ്കിൽ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ? കുടുംബമാണെങ്കിൽ വരവും ചെലവും, വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും നമ്മളുടെ വരവും ചെലവും തമ്മിലുള്ള അന്തരം എന്താണ്? ഇത് നമ്മൾ പരിശോധിക്കണം. ഇത് പരിശോധിച്ചാൽ നമ്മൾ ആദ്യമായി എത്തിച്ചേരേണ്ടത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം എത്തിച്ചേരേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, സാധാരണ ബിസിനസ്സൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന ബ്രേക്ക് ഈവൻ പോയിന്റാണ്. എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ്? നമുക്ക് ലാഭമോ നഷ്ടമോ ഇല്ലാത്ത അവസ്ഥ. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭമോ നഷ്ടമോ ഇല്ല, പ്രത്യേകിച്ച് വേറെ എവിടുന്നോ പൈസ കൊണ്ടുവരേണ്ടതില്ലാത്ത അവസ്ഥ. വ്യക്തി എന്നുള്ള അർത്ഥത്തിലും അത് തന്നെയാണ് ആവേണ്ടത്. ഏറ്റവും മിനിമം ഒരാൾ കൈവരിക്കേണ്ട സാമ്പത്തിക അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ബ്രേക്ക് ഈവനിലെത്തണം. നമ്മളുടെ വരവും ചെലവും അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഇതിന് ഈ ബ്രേക്ക് ഈവൻ പോയിന്റിന് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ലോകങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് വരവ് കുറവും ചെലവ് കൂടുതലുമാണെങ്കിൽ, നമ്മളുടെ സമ്പത്തിൻ്റെ വരവ് കുറവും ചെലവ് കൂടുതലുമാണെങ്കിൽ ബ്രേക്ക് ഈവനിലെത്തുമോ? ഇല്ല. നേരെ മറിച്ച് നമ്മളുടെ ചെലവുകൾ കഴിയാൻ വേണ്ടി നമ്മൾ കടത്തിലേക്ക് പോകേണ്ടി വരും. കടത്തിലേക്ക് പോവുക എന്നുള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. പിന്നീട് അങ്ങോട്ട് പലിശയിലേക്കോ മറ്റോ ഒക്കെ നമ്മൾ കടന്ന് പോകേണ്ടി വരും. ഇതിൻ്റെ നേരെ മറുവശമുണ്ട്. വരവ് കൂടുതലും
ചെലവ് കുറവും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന കുറേ സൗകര്യങ്ങളുണ്ട്. നമ്മളുടെ വരവ് കൂടുതലുണ്ട്, ചെലവ് കുറവാണ്. നമുക്ക് കുറച്ച് പൈസ എമർജൻസി ഫണ്ട്, നമുക്ക് എന്തെങ്കിലും അപകടം വന്നാൽ, ചെറിയ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഉപയോഗിക്കാൻ നമുക്ക് ഒരു ഫണ്ട് മാറ്റി വെക്കാം. എന്നിട്ടും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇന്നത്തെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സാധാരണ പറയൽ നമ്മളുടെ ചെലവ് കഴിച്ച് ബാക്കിയുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് എന്താണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിച്ച് ബാക്കിയാണ് നമ്മളുടെ ചെലവാകേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ കയറൂരി ഇട്ടാൽ നമ്മളുടെ പൈസ എന്ത് ചെയ്യും? സ്വാഭാവികമായി ചെലവായിക്കോളും. അപ്പോൾ നമ്മൾ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ, അനാവശ്യങ്ങളൊക്കെ വേർതിരിച്ച് ഇങ്ങനെ കൃത്യപ്പെടുത്തിയാൽ ചിലപ്പോൾ നമുക്ക് ചെറിയ തുക വരുമാനമുള്ളപ്പോഴും നമുക്ക് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയും. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കടിഞ്ഞാണും നമ്മൾ ഇടുന്നില്ലെങ്കിൽ വലിയ വരുമാനം ഉണ്ടാകുമ്പോഴും സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ കഴിയില്ല. നിങ്ങൾക്ക് മാസത്തിൽ ഇപ്പോൾ ഉള്ള ഒരു എമൗണ്ടിൻ്റെ ഒരു 10 ഇരട്ടിയായി എന്ന് വിചാരിക്കുക. നിങ്ങളൊരു ജോലിയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വരുമാനം 10 ഇരട്ടിയായി വർദ്ധിച്ചു. നിങ്ങൾക്കത് ചെലവഴിച്ച് തീർക്കാൻ ഒരു മാസം കൊണ്ട് കഴിയില്ല. ഒരു മാസത്തെ വരുമാനമാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് എനിക്കിപ്പോൾ 20,000 രൂപയാണ് സാലറി എങ്കിൽ അത് 10 ഇരട്ടിയായി 2 ലക്ഷമായി വർദ്ധിച്ചാൽ എനിക്ക് ഈ 2 ലക്ഷം ഒരു മാസം കൊണ്ട് ചെലവഴിക്കാൻ കഴിയില്ല. കഴിയും. ഇനി 2 ലക്ഷമല്ല 2 കോടിയായാലും ചെലവഴിക്കാനുള്ള വകുപ്പുകൾ ലോകത്ത് ധാരാളമുണ്ട്. നമ്മൾ വാങ്ങുന്ന കാറിൻ്റെ ബ്രാൻഡ് മാറും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കോസ്റ്റ് മാറും, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബില്ല് വർദ്ധിക്കും. ഇങ്ങനെ പല പുതിയ സാധ്യതകൾ ചെലവഴിക്കാനുള്ളത് നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മളുടെ കയ്യിൽ വരുന്ന പൈസ അനുസരിച്ച് എന്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കണം, ആ സേവ് ചെയ്തതിൽ നിന്ന് എന്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ബാക്കി എമർജൻസി ഫണ്ടിനൊക്കെ എന്തെങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കണം. പിന്നീടുള്ളത് നമുക്ക് ചെലവഴിക്കാൻ തീരുമാനിച്ചാലാണ് ഒരാളുടെ സാമ്പത്തിക രംഗം കൃത്യപ്പെടുത്താൻ കഴിയും. നമുക്ക് പലർക്കും, എൻ്റെ മുന്നിലുള്ളത് അധികവും ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരൊക്കെ മാറ്റി നിർത്തിയാലും മുതിർന്ന ആളുകൾ പോലും നിങ്ങളുടെ വരവും ചെലവും എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാൽ ഒരു മാസത്തെ കണക്ക് കൃത്യതയൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ല. എത്ര എനിക്ക് വരുമാനമുണ്ട്, എത്ര ഞാൻ ചെലവഴിക്കുന്നുണ്ട്, ഇതിന് ഒരു കൃത്യതയും പല ആളുകൾക്കും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായും നമ്മൾ ഈ ബ്രേക്ക് ഈവനും കടന്ന് ചെലവ് എന്ത് ചെയ്യും? വർദ്ധിച്ചു പോകും. ആവശ്യമുള്ളതും അനാവശ്യമുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കും. അത് കടത്തിലേക്ക് നമ്മളെ എത്തിക്കും. അപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടതൊന്ന് നമ്മളുടെ വരവിനെക്കുറിച്ചും ചെലവിനെക്കുറിച്ചും ചിലർ കൃത്യമായി എഴുതി വെക്കുന്ന ആളുകളുണ്ടാവും, ഏറ്റവും നല്ലത്. ചിലപ്പോൾ കമ്പ്യൂട്ടറിലോ ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു ഡാറ്റ കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഏറ്റവും നല്ലത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലെങ്കിലും ഒരു കാൽക്കുലേഷൻ വേണം. എനിക്ക് ഇത്രയാണ് വരുമാനം, ഞാൻ ഇന്ന കാര്യങ്ങൾക്കൊക്കെ ഇത്ര ചെലവഴിക്കുന്നുണ്ട്. ഒരു പൊതു ചെലവൊക്കെ ഉണ്ടാവില്ല, ഒരു മാസം വരുന്ന പൊതു ചെലവൊക്കെ ഇത്രയാണ്. ഇത് കൃത്യപ്പെടുത്താൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അയാൾ എത്തിപ്പെടുക കടത്തിലേക്കും അവിടുന്ന് അങ്ങോട്ട് പലിശയിലേക്കുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ കടത്തെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കടത്തിലേക്ക് എത്തുന്ന അവസ്ഥ. നമുക്ക് ഓരോ മനുഷ്യനും വ്യത്യസ്ത സാഹചര്യമായിരിക്കും. ചെറിയ വരുമാനം ഉണ്ടാവുള്ളൂ, വീട്ടിലെ പല ബാധ്യതകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെലവ് കൂടുതലുണ്ടാവും, കടം വാങ്ങേണ്ടി വരും. ഇങ്ങനെ കടം വാങ്ങുന്നതിലേക്ക് പോകുമ്പോൾ നമുക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. ഒന്ന് കൈവായ്പ എന്ന് പറയും. നമ്മൾ സുഹൃത്തുക്കളോട് കുടുംബക്കാരോട് ഒക്കെ വാങ്ങുന്നതാണ് കൈവായ്പ. ഇസ്ലാം പഠിപ്പിക്കുന്നത് വായ്പ എന്ന് പറയുന്നത് പൈസ വാങ്ങുന്ന മാത്രമല്ല, നിങ്ങൾക്ക് പൈസ വാങ്ങാം, സാധനങ്ങൾ വാങ്ങാം, സേവനങ്ങൾ വാങ്ങാം. നമ്മൾ ചിലപ്പോൾ ഒരാളോട് ഒരു സേവനം വാങ്ങിയിട്ട് നമ്മൾ പിന്നീടാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ അതും കടമാണ്. ഒരാളോട് നമ്മൾ ഒരു
ഒരു സാധനത്തെ നമ്മൾ വാങ്ങിയിട്ട് പിന്നീടാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ അതും കടമാണ്. പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുന്നതാണെങ്കിൽ അതും കടമാണ്. ഇത് സാധാരണഗതിയിൽ നടക്കുന്നതാണ്. രണ്ടാമത്തത് ഇതിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയാലുള്ള രൂപമാണ് പണയ വായ്പ. നമ്മൾ എന്തെങ്കിലും ഒരാളുടെ അടുത്ത് പണയം വെച്ചിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഒരു സെക്യൂരിറ്റിയായി എന്തെങ്കിലും ഒരു സാധനം പണയം വെച്ചിട്ട് അയാളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങും. മൂന്നാമത്തത് കുറി, ചിട്ടി, പണപ്പയറ്റ്, ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കടത്തിൽ പെടുമോ എന്നൊക്കെ ആശങ്കപ്പെടുന്നുണ്ടാവും. നമ്മളൊരു കുറിയിൽ ചേർന്നു, മാസം 10,000 രൂപയുള്ള കുറിയാണ്, പിന്നെ 30 മാസത്തേക്ക് 3 ലക്ഷം രൂപയാണ് ടോട്ടൽ. നമ്മൾക്ക് ഒന്നാമത്തെ മാസം അടിച്ചില്ല, രണ്ടാമത്തെ മാസം അടിച്ചു. നമ്മൾ എത്ര രൂപ കടക്കാരനാണ്? 280 കടക്കാരനാണ്. അത് കടമാണ്, പക്ഷെ അതൊരു സിസ്റ്റാണ് കുറി എന്നൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നത് ഹലാലായ കുറിയെക്കുറിച്ചാണ്, നറുക്കെടുപ്പുള്ള സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമുക്ക് ഹലാലായ സംവിധാനത്തിൽ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഈ പറഞ്ഞ 3 നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഇസ്ലാമികമായി അനുവദനീയമായ കടങ്ങൾ. ഇനി വലിയൊരു ബഹർ ഇതല്ലാത്ത സംവിധാനങ്ങൾ വരാനുണ്ട്. ഒന്ന് പിന്നെ ഇത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഉണ്ട്, പലിശരഹിത ബാങ്കിങ് സംവിധാനങ്ങൾ. നമ്മുടെ നാട്ടിൽ സംഗമം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, AICL, പിന്നെ റഹ്ബർ തുടങ്ങിയ സാധനങ്ങൾ ബിസിനസ് ലോണ്, അതേപോലെ പേഴ്സണൽ ലോണ്, വ്യത്യസ്ത ലോണുകളൊക്കെ ആയിട്ട് കൊടുക്കുന്ന പലിശരഹിതമായ എന്നാൽ കച്ചവടമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള, റെന്റിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഹലാലായ രീതിയിലുള്ള കടങ്ങൾ നൽകുന്ന സംവിധാനങ്ങളുണ്ട്. ഈ 4 ഒരുപക്ഷെ നമുക്ക് ഹലാലായ കടങ്ങളുടെ ഗണത്തിൽപ്പെടുത്താൻ പറ്റും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കടന്നാൽ ഒന്നുള്ളത് പലിശാധിഷ്ഠിത ബാങ്കാണ്. സാധാരണ നമ്മുടെ നാട്ടിലുള്ള ബാങ്കുകൾ, കോഓപ്പറേറ്റീവ് ബാങ്ക്, പിന്നെ വ്യക്തികൾ നൽകുന്ന കടം നൽകുന്ന സംവിധാനങ്ങൾ. സാധാരണ ഇൻഡിവിജ്വൽസ് ചിലപ്പോൾ ആളുകൾക്ക് കച്ചവടത്തിനോ മറ്റൊക്കെ ആയിട്ട് കടം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള കടങ്ങൾ ഇത് നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 8 to 15% ഇതിൻ്റെ പലിശ വരുന്നത്. സാധാരണ ബാങ്കുകളിൽ 8 to 15% പലിശ വരുന്നത്. പിന്നുള്ളത് നാട്ടിലെ വട്ടിപ്പലിശക്കാർ, കച്ചവടക്കാർക്കൊക്കെ പൈസ കൊടുത്ത് അന്ന് തന്നെ തിരിച്ചു വാങ്ങുന്ന, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തിരിച്ചു വാങ്ങുന്ന, ഒരാഴ്ച കൊണ്ടൊക്കെ തിരിച്ചു വാങ്ങുന്ന വട്ടിപ്പലിശക്കാർ നാട്ടിലുണ്ടാവും. ഇവർ ഏകദേശം സാധാരണഗതിയിൽ 24% മുതൽ 60% വരെയാണ് സാധാരണഗതിയിൽ അവർ പലിശ വാങ്ങുന്നത്. അത് ഓരോ നാടും സാഹചര്യവും പൈസ കൊടുക്കുന്നതിൻ്റെ ദിവസത്തിൻ്റെ കണക്കൊക്കെ വെച്ച് വ്യത്യസ്തമായ രീതിയിൽ 100% വരെയൊക്കെ വാങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നുള്ളത് ഓൺലൈൻ ലോൺ സംവിധാനങ്ങളാണ്. പുതിയ കാലത്ത് ഓൺലൈനിൽ ഒറ്റ ക്ലിക്കിൽ ലോൺ കിട്ടുന്ന പല സംവിധാനങ്ങളുണ്ട്. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓതറൈസ്ഡ് ആയ RBIയുടെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന NBFCകൾക്ക് കീഴിൽ വരുന്ന ഇത്തരം സംവിധാനങ്ങളുണ്ട്. അവിടെ ഏകദേശം ലോണിൻ്റെ റേറ്റ് വരുന്നത് 12 to 36%. ഇനി ഇതല്ലാത്ത ആളുകളെ പറ്റിക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ച ഓൺലൈൻ ലോൺ സംവിധാനങ്ങളുണ്ട്. വളരെ വിശാലമായി പഠിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും വളരെ പ്രശ്നമുള്ള സാധനമാണ്. ഗവൺമെൻറ്റിൻ്റെ യാതൊരു നിയന്ത്രണത്തിലും അല്ലാതെ ഓൺലൈനിൽ ആപ്പുകൾ ഉണ്ടാക്കി ഇട്ട് ഇന്ത്യക്ക് പുറത്തു നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് നമ്മളുടെ പൈസ തട്ടിയെടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അവർ ചെയ്യുന്നത് ഒരാഴ്ചത്തേക്കുള്ള ലോണ്, 2 ആഴ്ചത്തേക്കുള്ള ലോണൊക്കെയാണ്. 15,000 രൂപ, ഞാനിപ്പോൾ അടുത്ത് അങ്ങനെ ഒരു കേസിൽ ഇടപെട്ടിരുന്നു. അപ്പോൾ മനസ്സിലായത് 15,000 രൂപ നമ്മൾ ലോൺ എടുത്താൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് 12,000 രൂപ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരും. നമ്മൾ തിരിച്ചടക്കേണ്ടത് 7 ദിവസം കൊണ്ട് 15,000 ആണ്. എത്ര അധികം അടക്കണോ? 3,000 റുപ്യ അധികം അടക്കണം. എത്ര ശതമാനം ഒരാഴ്ച കൊണ്ട്? 20% ഒരാഴ്ച കൊണ്ട് തിരിച്ചടക്കണം. അതൊരു വർഷത്തേക്ക് എടുത്താൽ ഏകദേശം 1000% എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മൾ അങ്ങനെ ഇടപാട് നടത്തി പോവുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ നമ്മൾ എടുത്ത എത്ര പൈസയാണോ അതിൻ്റെ 10 ഇരട്ടി നമ്മൾ തിരിച്ച് കൊടുക്കേണ്ടി വരും. 1 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് ഒരാൾ 10 ലക്ഷം തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇത് ഗവൺമെൻറ്റിൻ്റെ
നിയന്ത്രണങ്ങൾക്കൊക്കെ മറികടന്ന് ചെയ്യുന്ന പല വ്യക്തികളുടെയും അക്കൗണ്ടുകളൊക്കെ രൂപീകരിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഞാൻ പറയാൻ കാരണം യുവാക്കളിലൊക്കെ വളരെ വ്യാപകമായി ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് ഡോക്യുമെന്റ്സ് ഒന്നും ചോദിക്കുന്നില്ല, ആകെ പേരും നിങ്ങളുടെ ഒരു ഫോട്ടോവും ആധാർ കാർഡോ അങ്ങനെ എന്തോ എന്ന് ചോദിക്കുക. പക്ഷേ അവരുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളോട് കുറേ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. നമ്മളുടെ ഗാലറി, അതേപോലെ നമ്മളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ഇതൊക്കെ അവർ ചോർത്തിയെടുക്കും. അതൊക്കെ അവർ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് പൈസ തിരിച്ചടവ് വരാതിരിക്കുമ്പോൾ നമ്മളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ നമ്മളുടെ ഭാര്യയുടെ ഫോണിലേക്ക്, കുടുംബക്കാരുടെ ഫോണിലേക്ക്, സുഹൃത്തുക്കളുടെ ഫോണിലേക്ക്, നമ്മളുമായി ഇടപെടുന്ന ആളുകളുടെ ഫോണുകളിലേക്ക് അയക്കും. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഇവരോട് പൈസ വാങ്ങും. ഇതിൻ്റെ വലിപ്പം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഇത്തരം ഇടപാടുകൾക്ക് സഹായം ചെയ്ത രണ്ടാളെ പിടിച്ചപ്പോൾ 700 കോടിയാണ് അവർ ഏർപ്പാട് ചെയ്ത 500 സംതിങ് അക്കൗണ്ടുകളിലേക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്രെഡിറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ചെറുപ്പക്കാരായ ആളുകൾ, പലരും അറിയുന്നില്ല എന്നുള്ളൂ, ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ അടുത്തത് പോയാൽ EMI ആണ്. നമ്മൾ സാധാരണ ബാങ്കുകളിൽ നിന്ന് എടുക്കുന്ന ലോൺ തന്നെയാണ്. പക്ഷേ കാറ്, മൊബൈല്, പിന്നെ ആക്സസറീസ്, അതേപോലെ നമ്മളുടെ വീട്ടുപകരണങ്ങൾ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ എടുക്കുന്ന ലോണുകളാണ് EMI ലോണുകൾ എന്ന് പറയുന്നത്. പലിശാധിഷ്ഠിതമായ സംവിധാനത്തിലാണ് പൊതുവെ നാട്ടിൽ EMI ലോണുകൾ ഉള്ളത്. പിന്നെ ഒന്നുണ്ട് സീറോ കോസ്റ്റ് EMI. അതിനെക്കുറിച്ച് ഈ ചർച്ചയുടെ അവസാനത്തിൽ, ഇത് അവസാനിക്കുന്നിടത്ത് സീറോ കോസ്റ്റ് EMIയെ കുറിച്ച് പറയാം. പിന്നെ ക്രെഡിറ്റ് കാർഡും ഇതേപോലെ തന്നെ അവസാന കാറ്റഗറിയിൽ പറയാം. കാരണം ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് അടക്കാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഓവർ ഡ്രാഫ്റ്റ്, ബിസിനസ്സിലൊക്കെ സാധാരണ ഉണ്ടാവുന്നതാണ്. ഓവർ ഡ്രാഫ്റ്റ് എടുക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചടക്കുക. പല ആവശ്യങ്ങൾക്കും പെട്ടെന്ന് പൈസ ആവശ്യമാകുമ്പോൾ നമ്മൾ നേരത്തെ OD പാസ്സാക്കിയിട്ടുണ്ടാവും, അത് പ്രകാരം മുന്നോട്ട് പോകുന്ന സംവിധാനങ്ങൾ. പിന്നുള്ളത് UPIയിലൊക്കെ, ഇപ്പോൾ Paytmലൊക്കെ നമുക്ക് ക്രെഡിറ്റ് എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സാധാരണ ബാങ്കിങ് സംവിധാനത്തിൻ്റെ മറ്റൊരു എളുപ്പത്തിലുള്ള നമ്മളുടെ കയ്യിലേക്ക് എത്തുന്ന രൂപമായിട്ടാണ് അതുള്ളത്. പിന്നെയുള്ള ഗവൺമെൻറ് സ്കീംസ് ഉണ്ട്. വ്യത്യസ്ത പദ്ധതികളിലൂടെ ഗവൺമെൻറ് നമുക്ക് ലോൺ തരുന്ന സംവിധാനങ്ങൾ. അതിന് പൊതുവെ 3 to 9% ആണ് ലോൺ ഉണ്ടാവുക. ബാക്കി അത് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ബാക്കി അതിൻ്റെ പൈസ അടക്കുന്നത് ഗവൺമെൻറ് ആയതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ പെർസെൻറ്റേജ് 3 or 9 അല്ല, അതിലപ്പുറം നമ്മൾ അടക്കുന്നതിൻ്റെ ബാക്കി ഗവൺമെൻറ് അടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏകദേശം ഇത്ര രൂപത്തിലാണ് നമ്മൾ കടത്തിലെത്തിപ്പെട്ടാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സംവിധാനങ്ങൾ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 കൂടി വിശദീകരിക്കാം. അതായത് സീറോ കോസ്റ്റ് EMIക്ക് നമുക്ക് മൊബൈൽ എടുക്കാമോ, അതേപോലെ ക്രെഡിറ്റ് കാർഡ് എടുക്കാമോ? ആളുകൾ എപ്പോഴും ചോദിക്കുന്ന 2 സംശയങ്ങളാണ്. നമുക്ക് സീറോ കോസ്റ്റ് EMIയിൽ നമ്മൾ എടുക്കുമ്പോഴും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അടവ് തെറ്റുകയാണെങ്കിൽ പലിശയിലേക്ക് കടക്കും എന്നുള്ളതാണ്, അല്ലേ? അടവ് തെറ്റിയാൽ പലിശയിലേക്ക് കടക്കും. നമ്മൾ ആദ്യമേ അഗ്രി ചെയ്യുന്നത് അതാണ്. പലിശ അധിഷ്ഠിതമായ ഒരു അഗ്രിമെൻ്റ് മുന്നിൽ വെച്ചിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇതേപോലെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡിന് നമുക്ക് 1 month സമയം കിട്ടും. പക്ഷേ ആ സമയത്തിനുള്ളിൽ നമ്മൾ തിരിച്ചടക്കുന്നത് വൈകിയാൽ, ആ സമയം കഴിഞ്ഞു പോയാൽ പിന്നെ പലിശയിലേക്ക് കടക്കും. അഥവാ ക്രെഡിറ്റ് കാർഡും സീറോ കോസ്റ്റ് EMIയും കൃത്യമായി അടച്ചാൽ നമുക്ക് പലിശയിലേക്ക് ഇടപെടാതെ മുന്നോട്ട് പോകാം. പക്ഷേ ഇത് രണ്ടും എടുക്കുന്ന ആളുകൾ അവസാനം എത്തിപ്പെടുക ഏതിലാണെന്ന് ചോദിച്ചാൽ പലിശയിലാണ്. ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ പിന്നെ ഗോകുലം മാളിലോ പിന്നെ നെസ്റ്റോൻ്റെ അടുത്തൊക്കെ പോയാൽ പിടിപ്പിക്കും. ഇങ്ങോട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നോ എന്ന് ചോദിച്ചാൽ ആൾക്കാർ വരും, എല്ലാവരുടെ അടുത്തും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവരെന്തിനാണ് വരുന്നത്? നമുക്ക് സൗജന്യം തരാനല്ല. നമ്മളുടെ അടവ് തെറ്റിയാൽ കിട്ടുന്ന പലിശയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആദ്യം ക്രെഡിറ്റ് കാർഡിൽ ചിലപ്പോൾ കൃത്യമായി അടച്ചു പോകും. കുറച്ച് കഴിയുമ്പോൾ അടവ് തെറ്റുമ്പോൾ നമുക്ക് വഴിയില്ലാതാവും. അടുത്ത ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അതിൻ്റെ പൈസ ഇതിലേക്ക് അടക്കും. ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിലേക്കും പോകാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത് വേണ്ടത്. പൊതുവെ പണ്ഡിതന്മാർ പറയുന്നത് ഇതിൻ്റെ എഗ്രിമെൻ്റ് വെച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സീറോ കോസ്റ്റ് EMI ആണെങ്കിലും പിന്നെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും എഗ്രിമെൻ്റ് പലിശാധിഷ്ഠിതമായതുകൊണ്ട് ഹറാമാണ് എന്നാണ് പൊതുവെ പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഞാൻ പറയുക, ഇപ്പോൾ സീറോ കോസ്റ്റ് EMIയിലൊക്കെ മൊബൈലൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ഹറാമിൻ്റെ പരിധിയിൽ നിന്ന് വേണമെങ്കിൽ മാറ്റി നിർത്തി അനിവാര്യമാണെങ്കിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ള ഗണത്തിലേക്ക്
മാറ്റി വെക്കുന്നതിന് തടസ്സമില്ല. ഇത് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എടുക്കരുത് എന്ന് തന്നെയാണ് പറയുക. ആവശ്യമില്ലെങ്കിൽ വെറുതെ പോയിട്ട് ക്രെഡിറ്റ് കാർഡോ 0 കോസ്റ്റ് EMI സാധനങ്ങളോ വാങ്ങരുത്. അനിവാര്യമായി അവസരമൊക്കെ വരികയാണെങ്കിൽ ബാക്കി പലിശയിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ഓപ്ഷനായി ഇത് ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. ഇതുവരെ ഞാൻ പറഞ്ഞത് നമ്മളുടെ നാട്ടിൽ നമ്മൾ കടത്തിലേക്ക് എത്തിപ്പെട്ടാൽ നമുക്ക് ഇടപെടേണ്ടി വരുന്ന വഴികളാണ്, നമ്മൾ കടത്തിലേക്ക് പോകുന്ന വഴികളാണ്. ഇനി കടവുമായി ബന്ധപ്പെട്ട് എന്താണ് കടം, അതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാം വളരെ കൃത്യമായും കണിശമായും പറഞ്ഞിട്ടുള്ള ഒരു ഇടപാടാണ് കടമിടപാട്. എല്ലാവർക്കും അറിയാവുന്ന ഒന്നായിരിക്കും. ഖുറാനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ്? ഉറക്കെ പറഞ്ഞോളി. ആയത്തുദ്ദൈൻ. എന്താണ് ദൈൻ? ദൈൻ എന്ന് പറഞ്ഞാൽ എന്താ? കടം. ആയത്തുദ്ദൈൻ എന്ന് പറഞ്ഞാൽ കടത്തിന്റെ ആയത്ത്. ഖുറാനിലെ സൂറത്ത് ബക്കറ 282 ആയത്ത്, ഒരു പേജ് മുഴുവൻ നമ്മൾ ഖുറാൻ എടുത്ത് മറിച്ചു നോക്കിയാൽ കാണാം. 282 ആയത്ത് ഒരു പേജ് മുഴുവൻ പറയുന്നത് കടത്തെക്കുറിച്ച് മാത്രമാണ്. ആയത്തുദ്ദൈനാണ്, കടം വാങ്ങുന്നതിനെ കുറിച്ച്, അത് എഴുതി വെക്കുന്നതിനെ കുറിച്ച്. അതിന്റെ ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാവുന്നതാണ്. അപ്പോൾ ഇസ്ലാം കടവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറയുന്നത് കടം അനിവാര്യമെങ്കിലേ വാങ്ങാവൂ എന്നുള്ളതാണ്. ഒന്ന്, വെറുതെ ഒരാളോട് കടം വാങ്ങുക, അതൊക്കെ ഉപയോഗിക്കുക, തിരിച്ചു കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. അനിവാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പലിശാധിഷ്ഠിത കടത്തെക്കുറിച്ചല്ല പറയുന്നത്. ആദ്യം പറഞ്ഞ ഒരു 3-4 രീതികളുണ്ട്. ഈ രീതികളിലൂടെ നമുക്ക് കടം വാങ്ങാവുന്നതാണ്. എന്നാൽ കടം കൊടുക്കുന്നതിനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് വളരെ പുണ്യമുള്ള ഒരു കാര്യമായിട്ടാണ്. ഒരാൾക്ക് പ്രയാസം വരുമ്പോൾ അയാളുടെ പ്രയാസത്തിൽ സഹായിക്കുക, ഒരാൾക്ക് സാമ്പത്തിക ആവശ്യം വരുമ്പോൾ അദ്ദേഹത്തിന് കടം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. 2 പ്രാവശ്യം കടം കൊടുത്താൽ ഒരു ദാനത്തിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് 10,000 രൂപ കടം കൊടുത്തു, അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. നമ്മൾ ആ 10,000 വേറൊരാൾക്ക് കടം കൊടുത്തു, അയാളും തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ 10,000 രൂപ ഒരാൾക്ക് ദാനം ചെയ്തതിന് തുല്യമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യത്തോടു കൂടി ഇസ്ലാം കടത്തെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് നിങ്ങൾ ഒരാളുടെ പ്രയാസം പരിഹരിച്ചു കൊടുത്താൽ പരലോകത്ത് നിങ്ങളുടെ പ്രയാസം അള്ളാഹു പരിഹരിച്ചു തരും. ചെറിയ ഓഫറല്ല. ഒരാളുടെ പ്രയാസം, അത് സാമ്പത്തിക പ്രയാസം മാത്രമല്ല, എന്ത് പ്രയാസവും, ഒരാൾക്ക് ഒരു പ്രയാസം വന്നു, അദ്ദേഹത്തിന് നമ്മൾ സഹായിക്കുന്നു, ഒരാൾക്ക് ഒരു ഫോം ഫില്ല് ചെയ്യാൻ സഹായിക്കുന്നു, ഇങ്ങനെ എന്തും ഉണ്ടാവാം. ഒരാൾക്ക് സാധ്യമല്ലാത്ത ഒന്ന് നമുക്ക് സാധ്യമാണെങ്കിൽ അങ്ങനെ സഹായിക്കുക. അത് സാമ്പത്തികമാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി. അങ്ങനെ ഒരാളെ സഹായിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ പരലോകത്ത് അള്ളാഹു നമ്മെയും സഹായിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനിവാര്യമായ സന്ദർഭത്തിൽ മാത്രമേ കടം വാങ്ങാൻ പാടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളുമായി ഇരുന്നിങ്ങനെ സംസാരിക്കാൻ, നമ്മളൊക്കെ ഇരിക്കുന്നത് പോലെ സഹാബാക്കൾ ചുറ്റും ഇരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ നെറ്റിയിൽ കൈവച്ച്, നമ്മൾ ഒരു അത്ഭുതം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്തുണ്ടല്ലോ, പടച്ചോനെ എന്ന് പറയുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. ഇതുപോലെ നെറ്റിയിൽ കൈവച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നത് മാദാ നുസില മിന തഷ്ദീദ്, എത്ര ഗൗരവപ്പെട്ട കാര്യമാണ് നീ ഇറക്കിയിരിക്കുന്നത്, എത്ര ഗൗരവപ്പെട്ട കാര്യമാണ് നീ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ സഹാബാക്കൾ അന്നൊന്നും ചോദിച്ചില്ല. പിറ്റേ ദിവസം പ്രവാചകനോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, എന്തിനെക്കുറിച്ചാണ് ഇത്ര ഗൗരവപ്പെട്ട കാര്യമെന്ന് താങ്കൾ പറഞ്ഞത്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നത്, ലൗ അന്ന റജുലൻ, ഒരു മനുഷ്യൻ
ഖുത്തില ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് വരിച്ചു. സുമ്മ ഉഹി, എന്നിട്ട് ഒന്നുകൂടി അദ്ദേഹത്തിന് ജീവൻ നൽകി. സുമ്മ ഖുത്തില, പിന്നീട് വീണ്ടും അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി. സുമ്മ ഉഹി, പിന്നെയും എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ജീവൻ നൽകി. സുമ്മ ഖുത്തില, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഷഹാദത്ത് വരിക്കാൻ അവസരം നൽകി. പക്ഷേ അലൈഹി ദൈനുൻ മാ ദഖലൽ ജന്ന, പക്ഷെ അദ്ദേഹം മരണപ്പെടുമ്പോൾ ഈ ഒരു പ്രാവശ്യം ഷഹാദത്ത് വരിച്ചു, പിന്നീട് ജീവൻ നൽകി, പിന്നെയും ഷഹാദത്ത് വരിച്ചു, പിന്നെയും ജീവൻ നൽകി, വീണ്ടും ഷഹാദത്ത് വരിച്ചു. പക്ഷേ കടമുള്ളവനായിക്കൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്, അല്ലെങ്കിൽ ഷഹാദത്ത് വരിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇത് അള്ളാഹു പ്രവാചകനോട് ഇറക്കിക്കൊടുത്ത നിർദ്ദേശമാണ്. മാ ദഖലൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യുഖ്ല അൻഹു ദൈനഹു, അദ്ദേഹത്തിൻ്റെ കടം വീട്ടപ്പെടുന്നത് വരെ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരോ ആർക്കെങ്കിലും അത് വീട്ടാൻ കഴിഞ്ഞാൽ ശരി, അതല്ലാത്തടത്തോളം 3 പ്രാവശ്യം ഷഹാദത്ത് വരിച്ചാലും കടമുള്ള ഒരാളെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്ന് പ്രവാചകന് നിർദ്ദേശമിറങ്ങിയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിയിൽ കൈവച്ച് പറയുന്നത്, ഇത് എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്, എത്ര ഗൗരവപ്പെട്ട വിഷയമാണ് എനിക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, യോഫറുൽ ഷഹീദി കുല്ലു ദംബിൻ ഇല്ലദ്ദൈൻ, ഷഹീദായ ഒരു മനുഷ്യന് എല്ലാ പാപവും അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ പുണ്യകരമാക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ ജിഹാദിന് ഇറങ്ങിത്തിരിച്ച് യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ട് ഷഹാദത്ത് വരിച്ചാൽ മറ്റെല്ലാ പാപവും അള്ളാഹു പുറത്തു കൊടുക്കും, ദൈൻ ഒഴികെ, അഥവാ കടമൊഴികെ. അപ്പോൾ നമ്മൾ ഖുറാനൊക്കെ പരിശോധിച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നും കടം എന്ന് പറയുന്നത് അത്രയും ഗൗരവത്തിൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മളുടെ ആളുകൾ കടത്തെ കാണുന്നത് വളരെ നിസ്സാരമായിട്ടാണ്, അല്ലേ? കടം എന്ന് പറയുന്നത് വാങ്ങാൻ ആളുകൾക്ക് ഒരു പ്രയാസവും ഇല്ല, തിരിച്ചു കൊടുക്കാൻ ആളുകൾ പലപ്പോഴും ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. കടം ഒരാളെടുത്ത് കിട്ടുമ്പോൾ ഇങ്ങോട്ട് വാങ്ങും, അത് ഉപയോഗിക്കും, മുന്നോട്ട് പോകും. പക്ഷേ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് പല ആളുകൾക്കും ഒരു രീതിയോ സ്വഭാവമോ അല്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ മുന്നിൽ മയ്യത്ത് കൊണ്ടുവന്നു. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സഹാബിയുടെ, അന്ന് ജീവിച്ചിരുന്ന മുസ്ലിമായ ഒരാളുടെ മയ്യത്ത് കൊണ്ടുവന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആരുടെ മയ്യത്ത് കൊണ്ടുവന്നാലും ചോദിക്കും, ഇദ്ദേഹത്തിന് കടമുണ്ടോ? അപ്പോൾ സഹാബാക്കൾ ഇല്ല എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമ് നിന്ന് ആ മയ്യത്ത് നമസ്കരിക്കും. കടമുണ്ട് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കുന്നില്ല എന്നാണ്. അഥവാ കടമുള്ള സ്വഹാബിയുടെ മയ്യത്ത് നമസ്കാരത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നദ്ധനായില്ല എന്നുള്ളതാണ്. തുടക്ക കാലഘട്ടത്തിൽ, ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു സഹാബിയുടെ മയ്യത്ത് കൊണ്ടുവന്നു, അദ്ദേഹത്തിന് കടമുണ്ട് എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാനില്ല. അങ്ങനെ വേറൊരു സഹാബി അദ്ദേഹത്തിന്റെ കടം ഏറ്റെടുത്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് കാത്തു എന്നുള്ളതാണ്. അഥവാ മറ്റൊരാൾ ഏറ്റെടുത്ത കടം വീട്ടിയപ്പോഴാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് അദ്ദേഹത്തിന് വഴിയൊരുങ്ങിയത് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. പക്ഷെ പിൽക്കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീന കാലഘട്ടത്തിലെത്തി അധികാരം വന്നു, ഇസ്ലാമിന് ഭരണ സംവിധാനം വന്നു, ഇസ്ലാമിന് സാമ്പത്തികമായ ശേഷി വന്നു. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മയ്യത്ത് കൊണ്ടുവന്നാൽ ഇതേ ചോദ്യം ചോദിക്കും, അദ്ദേഹത്തിന് കടമുണ്ടോ?
അപ്പോൾ കടമില്ല എന്ന് പറഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കും. കടമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മയ്യത്തുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കടം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിരുന്നു എന്നും നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അഥവാ രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരുത്ത് വന്ന സന്ദർഭത്തിൽ പിന്നീട് അങ്ങോട്ട് സ്വന്തം തന്നെ അവരുടെ കടം ഏറ്റെടുത്തുകൊണ്ട് അവരെ പരലോകത്ത് നരകത്തിലേക്ക് പോകുന്നതിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ ഖുർആനിൽ സൂറ നിസായിൽ 11-12 ആയത്തിൽ പിന്നെ അനന്തരാവകാശ സ്വത്ത് വിഹിതം വെക്കുന്നത് പറയുന്നുണ്ട്. അതിങ്ങനെ ഓരോന്ന് പറയും, മക്കൾക്ക് ഇത്ര, ഉമ്മാക്ക് ഇത്ര, ഉപ്പാക്ക് ഇത്ര എന്നൊക്കെ പറയുന്നതിൻ്റെ അടുക്ക് ഓരോ സമയത്തും ഇടക്കിടക്ക് പറയുന്ന ഒരു സാധനമാണ് കടവും വസിയത്തും കഴിച്ച്. ഒരിക്കൽ പറഞ്ഞാൽ മതിയല്ലോ ശരിക്കും. അതായത് ഒരാളുടെ സമ്പത്തിൽ കടമോ വസിയത്തോ കഴിച്ച് ബാക്കിയാണ് അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള അനന്തരാവകാശികൾക്ക് കൊടുക്കേണ്ടത്. അത് ഒരിക്കൽ പറഞ്ഞാൽ മതി. പക്ഷേ ചിലപ്പോൾ ഉമ്മാക്ക് ഇത്രയാണ്, ഉപ്പാക്ക് ഇത്രയാണ് എന്നിട്ട് പറയും അദ്ദേഹത്തിൻ്റെ കടവും വസിയത്തും കഴിച്ച് ബാക്കിയുള്ളത്. എന്നിട്ട് പിന്നെ മക്കൾക്ക് ഇത്രയാണെന്ന് പറയും. എന്നിട്ട് വീണ്ടും പറയും കടവും വസിയത്തും കഴിച്ച്. മരിച്ചു പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ടാവും, ഇന്ന ആൾക്ക് ഇത്ര കൊടുക്കണം, ഇന്ന പള്ളിക്ക് ഇത്ര കൊടുക്കണം, ഇന്ന യത്തീംഖാനക്ക് ഇത്ര കൊടുക്കണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പിന്നെ കൃത്യപ്പെടുത്തും. ഇനി അവസാനം ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ചെങ്കിലും ഇളവുള്ള ഒരു ഹദീസ് കാണുന്നത്, അതും ഒരു ഇളവൊന്നുമല്ല, എന്നാലും പരിഹരിക്കപ്പെടാൻ പരലോകത്ത് സാധ്യതയുള്ള ഏക പ്രതീക്ഷ കാണുന്നത്, നമ്മൾ കടമുള്ളവരായി മരിച്ചാൽ പരലോകത്തെത്തിയാൽ അവിടെ ദിനാറോ ദിർഹമോ സ്വീകരിക്കപ്പെടുകയില്ല. പകരം നിങ്ങളുടെ നന്മകളിൽ നിന്നെടുത്ത് അവരന്, നിങ്ങൾ ആരോടോ കടം വാങ്ങിയിട്ടുണ്ടാവുമല്ലോ, അയാൾക്ക് നിങ്ങളുടെ നന്മകളിൽ നിന്ന് എടുത്തു കൊടുക്കും. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നരകത്ത് പോയേക്കാം. പക്ഷേ ഒരു ഹദീസിൽ അങ്ങനെ ഒരു പ്രതീക്ഷ, അതായത് കടക്കാരനായി മരിച്ചാൽ നമ്മളുടെ കടം ഇവിടെ ഭൂമിയിൽ ആരും വീട്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ നന്മകളാണ് പിന്നീട് പരലോകത്ത് നഷ്ടപ്പെടാനുള്ളത്. ആ നന്മകൾ നഷ്ടപ്പെടുത്തിയെങ്കിലും ചിലപ്പോൾ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എത്തിപ്പെടാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രതീക്ഷയുള്ള ഒരു ഹദീസാണ് ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത്, കടവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിസ്സാരമായി കാണുന്നതിന് പകരം വളരെ ഗൗരവത്തിൽ ആ വിഷയത്തോട് സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു, 1-2 പ്രാർത്ഥനകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഓരോന്നും ഉദ്ധരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു കടത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ, തെറ്റുകളിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ എന്ന് പറയുന്നതിനോടൊപ്പം കടത്തിൽ നിന്ന്, കടത്തിലേക്ക് പോകുന്നതിൽ നിന്ന്, കടത്തിൻ്റെ കെണിയിൽ പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ എന്നുള്ള പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ വന്നുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ ശക്തമായ ഭാഷയിൽ പറയുന്ന ചില കാര്യങ്ങളുടെ കൂടെ കടത്തെ അള്ളാഹു ചേർത്ത് പറയുന്നു. അള്ളാഹു ചില കാര്യങ്ങൾ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ഒന്ന് മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്നുള്ളതാണ്. സാധാരണ ഒരു മനുഷ്യനും ഒരു നല്ല മനസ്സുള്ള ഒരാളും ചെയ്യാത്തൊരു സാധനമാണ് മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം, മാതാവിനെയോ പിതാവിനെയോ ഒക്കെ ദ്രോഹിക്കുന്ന കണ്ടാൽ എല്ലാവരും കൂടെ കമൻ്റ് ഇട്ട് അയാളെല്ലാം കൂടെ കൊല്ലും. കാരണം അത്രയും മോശമായൊരു പണിയാണ് ഈ മകൻ അല്ലെങ്കിൽ മകൾ ചെയ്യുന്നത്. രണ്ടാമത്തത്, പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന, അവർക്ക് പെൺകുട്ടികൾ ജനിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മോശം കാര്യമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അങ്ങനെ പെൺകുട്ടികൾ ജനിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു സംസ്കാരം അവർക്കുണ്ടായിരുന്നു. ഇതും അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. മാതാപിതാക്കളെ കൈകാര്യം ചെയ്യുന്നത്, അവരെ മോശമായി കൈകാര്യം ചെയ്യുന്നത്, അതേപോലെ പിന്നെ പെൺമക്കളെ കുഴിച്ചു മൂടുന്നത്, ഇത് രണ്ടും പറഞ്ഞിട്ട് മൂന്നാമതൊന്നേ പറയുന്നുള്ളൂ, ഇങ്ങോട്ട് വാങ്ങുന്നതിൽ താല്പര്യം കാണിക്കുകയും അങ്ങോട്ട് കൊടുക്കുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്യുന്നതും അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. കടം ഇങ്ങോട്ട് വാങ്ങും, തിരിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. നമ്മളുടെ നാട്ടിൽ
ഒരു തമാശ പറയലുണ്ട്. നാട്ടിൽ സാധാരണ സാധാരണക്കാരൊക്കെ ഇങ്ങനെ നിരന്തരം കടം വാങ്ങുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടാവില്ല. ആളുകളോട് സഹായം ചോദിക്കുന്നതിന് പകരം ഒരു 1000 റുപ്യ കടന്നോട്ടെ നാളെ തരാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നാട്ടിലുള്ള ഒരു തമാശയാണ്. മോൻ ചോദിച്ചു തന്നെ, നമുക്ക് ഈ വായ്പ അല്ലാതെ വേറെ വരുമാനമൊന്നും ഇല്ലേ ബാപ്പാന്ന്. അതായത് വേറെ പണിക്ക് പോവോ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുകയൊന്നും ചെയ്യില്ല. ആകെ വരുമാനം എന്താണെന്ന് ചോദിച്ചാൽ ആളുകളോട് വായ്പ വാങ്ങുക, തിരിച്ചു കൊടുക്കാതിരിക്കുക. അതുതന്നെയാണ് ചില ആളുകളുടെ വരുമാനം. ഇതിനെക്കുറിച്ചാണ് അള്ളാഹു പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നതിനും അതേപോലെ മാതാപിതാക്കളോട് അവരെ ശല്യം ചെയ്യുന്ന ദ്രോഹിക്കുന്നതിനെയും ചേർത്ത് പറയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ കഴിവുള്ളവൻ കടം വീട്ടാൻ താമസിപ്പിക്കുന്നത് അക്രമമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് കടം വാങ്ങിയിട്ടുണ്ട്, തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാഹചര്യവും സന്ദർഭവും വന്നിട്ടുണ്ട്, നമ്മൾ തിരിച്ചു കൊടുക്കൂല. തൽക്കാലം എന്ത് തീരുമാനിക്കും? ഇപ്പം അവിടെ നിൽക്കട്ടെ, നാളെ കൊടുക്കാം. അല്ലെങ്കിൽ അതിങ്ങനെ എന്തോ ആയിട്ട് കൊടുക്കാനുള്ളൊരു വിമുഖത പൊതുവെ മനുഷ്യനുണ്ടാവും. അപ്പോൾ നമ്മളിതിങ്ങനെ കൊടുക്കാതിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നിസ്കാരത്തിന് സമയമായാൽ ദീർഘിപ്പിക്കരുത്. സമയമായി നമുക്ക് നിസ്കരിക്കാൻ സൗകര്യം കിട്ടിയാൽ കുറച്ച് കഴിഞ്ഞിട്ടാക്കാം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. അതേപോലെ തന്നെയാണ് കടത്തിൻ്റെ കാര്യത്തിലും. നമുക്ക് തിരിച്ചു കൊടുക്കാൻ സൗകര്യം കിട്ടിയാൽ ഉടനെ എന്ത് ചെയ്യണം? അത് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ മാറ്റിക്കളയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. ഒരാൾ കടം വാങ്ങുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന ആഗ്രഹത്തോടെയും ഉദ്ദേശത്തോടെയുമാണ് കടം വാങ്ങുന്നതെങ്കിൽ അവൻ്റെ കടം അവന് വീട്ടാൻ കഴിയുമെന്നല്ല അള്ളാഹ് പറയുന്നത്, അള്ളാഹ് വീട്ടുന്നതാണ്. നമ്മൾ അനിവാര്യമായ ഒരു അവസ്ഥ വന്നു, ഒരു പ്രയാസമുള്ള ഒരു സാഹചര്യം വന്നു, നമുക്ക് കടം വാങ്ങേണ്ടി വന്നു, അങ്ങനെ ഉള്ള അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ വാങ്ങുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവണം, അതിനുള്ള പ്രാർത്ഥന ഉണ്ടാവണം, അതിനുള്ള ശ്രമം ഉണ്ടെങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്നല്ല, അള്ളാഹു അവൻ്റെ കടം വീട്ടും. എങ്ങനെയെങ്കിലും കടം വീട്ടാനുള്ള ബാക്കിയും അള്ളയാണല്ലോ തരേണ്ടത്. നമുക്ക് ഈ കടം വീട്ടാനുള്ള സഹായം തരേണ്ടതും അള്ളാഹുവാണ്. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ച ഒരാൾ കടം വാങ്ങുകയാണെങ്കിൽ അവൻ്റെ കടം അള്ളാഹു വീട്ടും. എന്നിട്ട് അവിടെ നിർത്തുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, കടം തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശമില്ലാതെയാണ് ഒരാൾ പണം വാങ്ങുന്നതെങ്കിൽ അവൻ്റെ പണം അള്ളാഹു നശിപ്പിക്കും. ഈ വാങ്ങിയ പണവും നശിച്ചും ചിലപ്പോൾ ഉപകാരത്തിനെത്തൂല. കാരണം വെറുതെ ഇങ്ങനെ ആൾക്കാരോട് വാങ്ങുന്നു, ഒരു ചിലവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇങ്ങനെ കഴിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പൈസ ചിലപ്പോൾ നശിച്ചു പോവുകയുള്ളൂ. അതിലപ്പുറത്തേക്ക് അവൻ്റെ ജീവിതത്തിലോ മറ്റാരുടെയെങ്കിലും ജീവിതത്തിലോ ഉപകരിക്കൂല. തിരിച്ചു കൊടുക്കാൻ ചിലപ്പോൾ ശ്രമിച്ചാലും കഴിയണമെന്നും ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരണപ്പെടുന്നതിന് മുമ്പ് നമ്മളുടെ കടം വീട്ടിയിട്ട് മരണപ്പെടണം. ഏറ്റവും ചുരുങ്ങിയതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കടം വാങ്ങേണ്ട അനിവാര്യമായ സന്ദർഭം ഉണ്ടാവും. നമ്മളുടെ കടം വീട്ടിയിട്ട് വേണം മരണപ്പെടാൻ. ഇല്ലെങ്കിൽ ആൾക്കാർ മയ്യത്ത് നിസ്കരിച്ചാലും അള്ളാഹു അവിടെ അങ്ങോട്ട് നമ്മളെ സ്വർഗത്തിലേക്ക് കടത്തുകയില്ല. കുറേ ഹദീസുകൾ, 1-2 ഹദീസല്ല, ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ധാരാളം ഹദീസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കടം നമ്മൾ വീട്ടാൻ, എപ്പോഴാണോ കടം വാങ്ങുന്നത് ആ സമയത്ത് തന്നെ വീട്ടാനുള്ള വഴികളെക്കുറിച്ച് അന്വേഷിക്കണം. അവധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവധിക്കുള്ളിൽ തന്നെ കൊടുക്കാനുള്ള ശ്രമവും നടത്തണം. ഇനി കടം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുദ്ദൈൻ, അതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. ആ ആയത്ത് മൊത്തം വായിച്ച് വിശദീകരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അതിലെ പ്രധാന പോയിന്റുകൾ മാത്രം പറയാമെന്ന് വിചാരിക്കുകയാണ്. ഒന്ന്, കടമിടപാട് രേഖപ്പെടുത്തണം. പൊതുവേ നമുക്ക് ആ പരിപാടിയില്ല. ഒരാൾ ചോദിച്ചാൽ പൈസ കൊടുക്കും, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ പറയും 2000 അല്ലേ തന്നെന്ന് ചോദിക്കും. ഓൻ ചോദിക്കും 1500 ആയിരുന്നില്ലേ, അല്ലെങ്കിൽ 1000 ആയിരുന്നില്ലേ. കൺഫ്യൂഷൻ ആവും. പിന്നെ അത് കണക്ക് കൃത്യപ്പെടുത്തിയിട്ട് കൊടുക്കാൻ തീരുമാനിക്കും. ഇത് അവസാനം ഒന്നുമല്ലാതെ ആവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് പ്രശ്നമൊന്നും ഇല്ലല്ലോ, ആ പൈസ കൊടുത്താൽ
നമുക്ക് പിന്നെ ഓർമ്മ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുക. പക്ഷേ ചിലപ്പോൾ നമ്മളുടെ ഇടപാടുകൾ വർദ്ധിക്കുമ്പോൾ, കുറേ ഇടപാടുകളൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും ഒക്കെ മറവി സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒന്നാമതായി കടമിടപാട് രേഖപ്പെടുത്തണം. പുതിയ കാലത്ത് കുറേ സൗകര്യമുണ്ട്. ഗൂഗിൾ പേയിലൊക്കെ കൊടുത്താൽ അത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഗൂഗിൾ പേയിൽ ഒരാൾക്ക് അയച്ചു കൊടുത്താൽ അത് കടമാണെന്ന് ചിലപ്പോൾ അതിലൊന്ന് നമ്മളൊരു നോട്ട് എഴുതി വെച്ചാൽ മതി. പിന്നെ കടം എന്നൊക്കെ എഴുതിയിട്ട് ആ 1000 അയച്ചാൽ തിരിച്ച് ഒരു പൈസ അയക്കുന്നതോടുകൂടി ചിലപ്പോൾ അത് നമുക്ക് കൃത്യപ്പെടാൻ ചിലപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ രേഖപ്പെടുത്തണം. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സമൂഹത്തോട് പറയുന്നത് പുതിയ കാലത്ത് നമുക്ക് ഡിജിറ്റലായൊക്കെ മാറ്റി ആലോചിക്കാവുന്നതാണ്. രണ്ടാമത് പറയുന്നത് ഒരാൾ ഇത് എഴുതി വെക്കണം. എല്ലാവർക്കും ഒന്നും എഴുത്തും വായനയും ഒന്നും അറിയാത്തൊരു കാലത്താണ്. ഒരാൾ ഇത് എഴുതി വെക്കണം. കടം വാങ്ങുന്നവനല്ല, കടം കൊടുക്കുന്നവനുമല്ല എഴുതി വെക്കണം എന്ന് പറയുന്നത്. മറ്റൊരാൾ ഇത് അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് എഴുതി വെക്കണം. നമ്മൾ പിന്നെ സാധാരണ എപ്പോഴും പറയലുണ്ട്, ഖുറാനിൽ നിസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. കൈകെട്ടണം, എന്നിട്ട് റുക്കൂ പോകണം, സുജൂദ് പോകണം, ഇങ്ങനെയൊന്നും നിസ്കാരത്തിൻ്റെ രൂപം ഇങ്ങനെയാണൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടാണ് പഠിച്ചത്. പക്ഷേ ഒരായത്ത് തീർത്തും നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് എഴുതി വെക്കുന്ന വചനങ്ങൾ ആര് പറഞ്ഞു കൊടുക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. ആരാണോ കടം വാങ്ങുന്നത് അവനാണ് അതിലെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്ന തീയതിക്ക് ഉള്ളിൽ ഇത്ര രൂപ ഞാൻ തിരിച്ചു തരുമെന്ന് പിന്നെ ഉള്ളൊരു ഉറപ്പൊക്കെ ഉണ്ടാവില്ല. അത് കടം കൊടുത്ത ആളല്ല പറയേണ്ടത്, കടം വാങ്ങിയ ആളാണ്. അതിനൊക്കെ ഒന്ന് ഭദ്രപ്പെടുത്തുന്ന രീതിയിൽ ആ വ്യവസ്ഥകൾ എഴുതി വെക്കണം. എഴുതി വെക്കേണ്ടതിൻ്റെ വരികൾ ഈ വാങ്ങുന്ന ആൾ പറഞ്ഞു കൊടുക്കണം. 2 സാക്ഷികൾ ഇതിന് വേണം. പൈസ കൊടുത്ത് കുറേ കാലം കഴിയുമ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 2 സാക്ഷികൾ വേണം. അപ്പോൾ ആ സാക്ഷികളോട് നമുക്ക് പോയി ചോദിക്കാം. അവിടെ സ്ത്രീകളുടെ കാര്യത്തിൽ പറയുന്നുണ്ട്, ഒരു പുരുഷനെയാണ് കിട്ടുന്നതെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ 2 പുരുഷന്മാർ, സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ, അതായത് ഒരു പുരുഷനെയാണ് കിട്ടുന്നുള്ളൂവെങ്കിൽ ഒരു പുരുഷന് പകരം 2 സ്ത്രീയെ വെക്കണം. മറന്നുപോയാലോ എന്നാണ് അവിടെ അതിന് ശേഷം പറയുന്നത്. അതിൻ്റെ പല ചർച്ചകളും ഒരുപക്ഷെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഉന്നയിക്കുന്ന സാധനമൊക്കെയാണ്. എന്തിനാണ് സ്ത്രീകളാകുമ്പോൾ 2 സാക്ഷി എന്നുള്ളത്? അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ നൽകുന്നുണ്ട്. ഏതായാലും പൊതുവെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് പുരുഷന്മാരാണ്, അതിൻ്റെ കൈകാര്യ കർത്തൃത്വം പ്രധാനമായും പുരുഷന്മാർക്കാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പുരുഷനും 2 സ്ത്രീയും അല്ലെങ്കിൽ 2 പുരുഷനെ അതിന് സാക്ഷിയായി നിർത്താൻ ആ ആയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സാക്ഷി നിൽക്കാൻ ആളെ വിളിച്ചാൽ വിസമ്മതിക്കരുത്. 2 ആളോട് നിങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ ഈ ഇടപാടിന് സാക്ഷി നിൽക്കണം എന്ന് പറഞ്ഞാൽ അവർ പോകണം. അതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയായി പഠിപ്പിക്കുകയാണ്. ഇടപാട് ചെറുതായാലും വലുതായാലും രേഖപ്പെടുത്താൻ വിമുഖത കാണിക്കരുത്. ചെറിയ പൈസയാകുമ്പോൾ നമ്മൾ വിചാരിക്കും അത് 1000 റുപ്യ അല്ലേ, അത് 2000 അല്ലേ, അത് 5000 അല്ലേ,